എല്ലാവർക്കും നമസ്കാരം. മിസ്റ്ററി സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രശസ്ത എഴുത്തുകാരിയായ എയ്തൽ ലിലിയൻ വോയിനിച്ച് എഴുതിയ ഗാഡ് ഫ്ലൈ എന്ന നോവലിനെ പറ്റിയാണ്. സഖാവ് പി ഗോവിന്ദപിള്ള കാട്ടുകടന്നൽ എന്ന പേരിൽ മലയാളിക്ക് സമ്മാനിച്ച ഈ നോവലിനെ പറ്റി. പി ഗോവിന്ദപിള്ള വിദ്യാർത്ഥിയായിരിക്കെ മഹാരാഷ്ട്രയിലെ എർബാദ ജയിലിൽ ഒരിക്കൽ അടയ്ക്കപ്പെട്ടു. 1949-50 കാലഘട്ടത്തിലാണത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും മറ്റും പങ്കെടുത്തതുകൊണ്ട് അക്കാലത്ത് നോവൽ വായന വിപ്ലവകാരികളായ വിദ്യാർത്ഥികൾക്ക് യോജിച്ചതല്ല എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. ഇതറിഞ്ഞ് സഖാവ് അജയ് ഘോഷ് അദ്ദേഹത്തെ കളിയാക്കുകയും വിപ്ലവകാരികളായ വിദ്യാർത്ഥികൾക്ക് പറ്റിയതാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് ഗാഡ് ഫ്ലൈയുടെ ഒരു മോസ്കോ പതിപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അത് വായിക്കവേ ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1964-65 കാലഘട്ടത്തിൽ അദ്ദേഹം വീണ്ടും ജയിലിലായി, കണ്ണൂർ ജയിലിൽ. അക്കാലത്ത് 2 വർഷം അദ്ദേഹം തടവുകാരനായി അവിടെ കഴിഞ്ഞിരുന്നു. കൂട്ടുതടവുകാരനായിരുന്ന സഖാവ് സി വാസുദേവ മേനോനാണ് ഗാഡ് ഫ്ലൈയുടെ ഒരു അമേരിക്കൻ പതിപ്പ് PGക്ക് നൽകുന്നത്. തുടർന്നാണ് ഇത് വിവർത്തനം ചെയ്യാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകർ. ചിന്ത പബ്ലിഷേഴ്സിന്റെ പ്രേരണയും പ്രയത്നവും ഇല്ലായിരുന്നുവെങ്കിൽ കാട്ടുകടന്നൽ എന്ന ഈ നോവൽ നമുക്ക് ലഭിക്കില്ലായിരുന്നു എന്ന് PG തന്നെ പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനവും മാർക്സിസവും ഒക്കെ രൂപം കൊള്ളുന്നതിന് എത്രയോ മുൻപ് മസീനിയുടെയും ഗാരിബാൾഡിന്റെയും മറ്റും നേതൃത്വത്തിൽ ഇറ്റലിയെ ആസ്ട്രിയൻ സാമ്രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കാനും ജനാധിപത്യത്തിലേക്ക് നടത്താനും ശ്രമിച്ച ദേശീയ വിമോചന വിപ്ലവത്തിന്റെ ജ്വലിക്കുന്ന നക്ഷത്രമായി ഗാഡ് ഫ്ലൈ അഥവാ കാട്ടുകടന്നൽ എന്ന ഈ നോവലിനെ കാണാം. ഗാഡ് ഫ്ലൈ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഗോമക്ഷിക എന്നോ വനമക്ഷിക എന്നോ ആണെന്ന് PG പറയുന്നുണ്ട്. പശുക്കളെയും മറ്റു മൃഗങ്ങളെയും മനുഷ്യരെ തന്നെയും കൊത്തുന്ന ഒരുതരം ഈ ജീവിയാണത്. ഒരുതരം ഈച്ച, പൊട്ടൻ ഈച്ച എന്ന് ചിലയിടങ്ങളിൽ പറയും. മൃഗങ്ങളെ കൊത്തിയാൽ മൃഗങ്ങൾ എടുത്ത് ചാടും. മനുഷ്യരെ കൊത്തിയാൽ ഭയങ്കര കടച്ചിലായിരിക്കും. തട്ടിയാലും ആട്ടിയാലും ഒന്നും പോവില്ല. അവസാനം തച്ചു കൊല്ലുകയെ നിവൃത്തിയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ഈ ജീവിയെ കാട്ടുകടന്നൽ എന്ന് വിളിക്കും. ഗാഡ് ഫ്ലൈ എന്ന വാക്കിന്റെ ഊർജ്ജസ്വലത കാട്ടുകടന്നൽ എന്ന പദത്തിനുണ്ട് എന്ന് തോന്നിയതിനാൽ പി ഗോവിന്ദപിള്ള ഈ നോവലിന് കാട്ടുകടന്നൽ എന്ന പേരിൽ വിവർത്തനം ചെയ്തു. MP പരമേശ്വരന്റെ വിശദമായൊരു അവതാരിക ഈ പുസ്തകത്തെ സമ്പുഷ്ടമാക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് ഈ നോവൽ പുറത്തു വരുന്നത്. റഷ്യൻ വിപ്ലവകാരികളുടെ ആദർശ പുരുഷനായി ഇതിന് നായകൻ മാറി. ലെനിൻ, സ്വർദലോ, കലീനിൻ, ബാബുഷ്കിൻ തുടങ്ങിയ എല്ലാ വിപ്ലവ നേതാക്കളും കാട്ടുകടന്നലിലെ നായകനെ ആദർശ വിപ്ലവകാരിയാക്കി പൊക്കിപ്പിടിച്ചു. 1864 മെയ് 11 അയർലൻഡിലെ കോർക്ക് നഗരത്തിൽ ഇംഗ്ലീഷുകാരായ ബൂൾ ദമ്പതികളുടെ പുത്രിയായി എയ്തൽ ലിലിയൻ ജനിച്ചു. പിൽക്കാലത്ത് ഇംഗ്ലണ്ടിൽ വളരെക്കാലം ജീവിച്ച ജോസഫ് മസീനി അവരുടെ ആരാധനാപാത്രങ്ങളിൽ ഒരാളായിരുന്നു. 1881 റഷ്യയിലെ സാർ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമൻ വിപ്ലവകാരികളാൽ വധിക്കപ്പെട്ടു. ഈ സംഭവം അന്ന് 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എയ്തൽ ലിലിയൻ വോയിനിച്ചിൻ്റെ മനസ്സിൽ ശക്തമായി പതിച്ചു. ഒരാൾക്ക് വേണ്ടിയോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയോ സ്വയം ബലി കൊടുക്കുന്ന ഒരു മഹാധീരൻ്റെ രൂപം സ്വപ്നം കണ്ടിരുന്ന എയ്തൽ ലിലിയൻ്റെ ജീവിതവും പ്രവൃത്തികളും അവരിലുളവാക്കിയ തീവ്ര വികാരങ്ങളാവും ഇങ്ങനെയൊരു നോവൽ എഴുതാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് MP പരമേശ്വരൻ സൂചിപ്പിക്കുന്നുണ്ട്. പിൽക്കാലത്ത് റഷ്യയിൽ നടമാടിയിരുന്ന ക്രൂരമർദ്ദനങ്ങളുടെ കഥകളും പുറത്തു വരാൻ തുടങ്ങി. റഷ്യയിൽ പോയി എല്ലാം നേരിട്ടറിയാൻ എയ്തൽ ലിലിയൻ നിശ്ചയിച്ചു. അങ്ങനെയാണ് ലണ്ടനിൽ ജീവിച്ചിരുന്ന സ്റ്റെപ്നിയാക്കുമായി ലിലിയൻ പരിചയപ്പെടുന്നത്. ഇത് എയ്തൽ ലിലിയൻ്റെ വീക്ഷണത്തിലും ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, സ്വാധീനം ചെലുത്തി. 1890 റഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ സുഹൃത്ത് സംഘം എന്ന പേരിൽ സ്റ്റെപ്നിയാക്ക് ഒരു സംഘടന രൂപീകരിച്ചു. എയ്തൽ ലിലിയൻ വോയിനിച്ച് അതിൻ്റെ നിർവാഹക സമിതിയിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ തൻ്റെ ചെറുപ്പകാലം മുതൽ ലോകത്തിലെ നാനാഭാഗത്തു നിന്നുമുള്ള വിപ്ലവകാരികളുമായി, പ്രത്യേകിച്ച് റഷ്യൻ വിപ്ലവകാരികളുമായുള്ള പരിചയം അവരുടെ ജീവിത വീക്ഷണത്തെ സ്വാധീനിച്ചു എന്ന് MP പരമേശ്വരൻ തൻ്റെ അവതാരികയിൽ വിശദമാക്കുന്നു. 1920 അവർ അമേരിക്കയിലേക്ക് പോവുകയും ന്യൂയോർക്കിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. റഷ്യയിൽ തൻ്റെ നോവലിന് കിട്ടിയ പ്രചാരം 90-ാമത്തെ വയസ്സിൽ മാത്രമാണ് അവർ തിരിച്ചറിയുന്നത്. സോവിയറ്റ് യൂണിയനിലും ചൈനയിലുമായി 1 കോടിയോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവലാണിത്. ഡസൻ കണക്കിന് നാടകങ്ങൾക്കും ഓപ്പറകൾക്കും സിനിമകൾക്കും തെരുവു നാടകങ്ങൾക്കുമൊക്കെ നിമിത്തമായൊരു നോവൽ.
വിപ്ലവകാരികളുടെ മാഗ്ന കാർട്ട എന്ന് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് കഥയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. തത്വശാസ്ത്രം പഠിക്കുന്ന ഒരു കലാശാല വിദ്യാർത്ഥിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആർത്തർ. നീല കണ്ണുകളുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. വൈദിക സെമിനാരിയിലെ വൈദികനായ മോണ്ടിനെല്ലിയോടൊത്ത് പള്ളിയിലും പ്രാർത്ഥനയിലും കുർബാനയിലും കുമ്പസാരത്തിലും ഒക്കെ മുഴുകി പുസ്തക വായനയിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്ന ശാന്തനായ ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ കുടുംബം കച്ചവടവും കപ്പൽ ബിസിനസ്സും ഒക്കെയുള്ള ബട്ടർ കുടുംബക്കാർ. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. ആർതർ കലാലയ ജീവിതകാലത്ത് കുറച്ച് ചെറുപ്പക്കാർക്കൊപ്പം വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൻ്റെ അയൽവാസിയായ ഇംഗ്ലീഷ് ഡോക്ടറുടെ മകളായ ജെന്നിഫർ എന്ന ജിം, ഗമ്മ എന്ന് എല്ലാവരും അവളെ വിളിച്ചിരുന്നു. ഗമ്മയും ആർത്തറും കളിക്കൂട്ടുകാരായിരുന്നു. വളർന്നു വലുതായപ്പോൾ ഗമ്മയും വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അതിനുശേഷമാണ് ആർത്തർ അതിലേക്ക് വരുന്നത്. ആ വിപ്ലവ പ്രസ്ഥാനം പതിയെ വളർന്നു. ഒരു നാൾ ആർത്തറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ മറ്റംഗങ്ങളെപ്പറ്റി ആർത്തറിൽ നിന്നും അറിയാൻ അവർ ശ്രമിച്ചു. പല ഓഫീസർമാരും നിരന്തരമായി ചോദ്യം ചെയ്തു. ആർത്തറോട് യുവ ഇറ്റലി എന്ന പ്രസിദ്ധീകരണത്തെപ്പറ്റിയും അവരുടെ സംഘാംഗങ്ങളുടെ പേരുകളും പ്രത്യേകിച്ചും ബൊല്ലയെ എടുത്തു പറഞ്ഞുകൊണ്ട് അറിയാമോ എന്ന് തിരക്കി. ആർത്തർ എല്ലാം നിഷേധിച്ചു. ആരെയും അറിയില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആർത്തറെ ഭൂമിക്കടിയിലുള്ള ഇരുട്ടു നിറഞ്ഞ ഈർപ്പം മുറ്റിയ വൃത്തികെട്ടൊരു മുറിയിലിട്ടു. ഒരു ഗുഹ തന്നെയായിരുന്നു ആ ശിക്ഷാമുറി. അറപ്പുണ്ടാക്കുന്ന ക്ഷുദ്രജീവികൾ ഇഴയുന്ന ചുമരുകളും പായലിൻ്റെയും പൂതലിച്ച മരത്തിൻ്റെയും ദുസ്സഹമായ ദുർഗന്ധവും ആർത്തറെ രോഷാകുലനാക്കി. എത്ര ആഴ്ചകൾ അവിടെ ഇട്ടു എന്ന് അവനറിഞ്ഞുകൂടാ. ഒരു ദിവസം ആർത്തറെ പുറത്തേക്ക് കൊണ്ടുവന്നു. വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എടുത്തടിച്ച പോലെ ആർത്തർ പറഞ്ഞു, ഒരു കുറ്റവും ചെയ്തതായി സ്ഥാപിക്കപ്പെടാത്ത ഒരു ബ്രിട്ടീഷ് പ്രജയോട് നിങ്ങൾ കാട്ടുന്ന ഈ വിക്രിയകൾ ഇംഗ്ലീഷ് അംബാസഡർ പൊറുക്കുമോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ആർത്തറിനെ പിന്നെ ആ വൃത്തികെട്ട മുറിയിലേക്ക് കൊണ്ടുപോയില്ല. കുറച്ചുനാൾ കഴിഞ്ഞ് അയാളെ വിട്ടയച്ചു. വീട്ടിലെത്തിയ അയാളോട് വളരെ നിർദ്ദയമായാണ് ഏട്ടൻ ജെയിംസിൻ്റെ ഭാര്യ ജൂലിയെ പെരുമാറിയത്. മറ്റൊരു ജ്യേഷ്ഠനായ തോമസ് ആർത്തറിൻ്റെ ഈ അവസ്ഥയിൽ ദുഃഖിച്ചു. ജൂലിയെ പക്ഷേ ആർത്തറിൻ്റെ അമ്മയായ ഗ്ലാഡീസിനെ പറ്റിയും ആർത്തറുടെ ജനനത്തെപ്പറ്റിയും മറ്റും പറഞ്ഞ കാര്യങ്ങൾ ആർത്തറിനെ പൊള്ളിക്കുക തന്നെ ചെയ്തു. അവൻ വീട് വിട്ടിറങ്ങി. ആർത്തർ മറ്റുള്ള സഖാക്കളെ, പ്രത്യേകിച്ചും ബൊല്ലയെ ഒറ്റിക്കൊടുത്തു എന്ന് സംശയിച്ച ഗമ്മ ആർത്തറിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞുവിട്ടു. ദുഃഖിതനും നിരാശ്രയനുമായ ആർത്തർ വൈദികനായ മോണ്ടിനെല്ലിയും തന്നെ പറ്റിച്ചു എന്ന് അറിയാനിടയായ ഒരു സാഹചര്യത്തിൽ നാടുവിടാൻ തീരുമാനിച്ചു. അതിനു മുൻപ് പള്ളിയിലേക്ക് ചെന്ന ആർത്തർ ചുറ്റിക കൊണ്ട് ദൈവത്തിൻ്റെ വിഗ്രഹത്തെ അടിച്ചു പൊട്ടിച്ചു. ഉടഞ്ഞ വിഗ്രഹങ്ങളെപ്പോലെ അവൻ്റെ വിശ്വാസങ്ങളും പൊട്ടിത്തകർന്നുപോയി. തൻ്റെ ശവം ദർശനപ്പുഴയിൽ കാണും എന്ന് കുറിപ്പെഴുതി വെച്ച് അവിടുന്ന് പുറത്തേക്ക് പോയി. ഒരേ സമയം ബട്ടൺ കുടുംബത്തെയും മോണ്ടിനെല്ലിയെയും പറ്റിച്ചു കളയാമെന്ന് നിശ്ചയിച്ച് തൻ്റെ തൊപ്പി അയാൾ പുഴയിലേക്ക് എറിഞ്ഞു. ഒരു നാവികനെ സ്വാധീനിച്ച് ഒരു ചരക്കു കപ്പലിൽ ബ്യൂണസ് അയേഴ്സിലേക്ക് കടന്നു. പിന്നീട് അങ്ങോട്ട് 13 വർഷക്കാലം ആർത്തർ അനുഭവിച്ച നരകയാതന വാക്കുകളിൽ വിവരിക്കാനാവില്ല. അനുഭവത്തിൻ്റെ തീച്ചൂളയിലിട്ട് ഉരുക്കി പദം വന്ന ആർത്തർ തൻ്റെ പേര് ഫെലിസ് റിവാറസ് എന്നാക്കി മാറ്റി. ആർത്തറിൽ നിന്നും വളരെ വിഭിന്നനായ ഒരു വിചിത്ര മനുഷ്യനായി റിവാറസ് മാറി. ഫ്ലോറൻസിലെ വിപ്ലവകാരികൾ, ആർത്തറിൻ്റെ പഴയ കൂട്ടുകാർ, തങ്ങളുടെ പ്രവർത്തനം നിർത്തിയിരുന്നില്ല. 3 കൊല്ലം മുൻപ് അപ്പനൈൻ പർവ്വതപ്രദേശത്ത് നിന്നും വന്ന മുത്തോറിയുടെ സംഘത്തിൽപ്പെട്ടയാൾ എന്ന നിലയിൽ റിവാറസ് എന്ന മനുഷ്യനെ പറ്റിയും അവർ ചർച്ച ചെയ്തു. ഫെലിസ് റിവാറസ് വിപ്ലവകാരികൾക്കിടയിൽ കാട്ടുകടന്നൽ എന്നാണ് അറിയപ്പെട്ടത്. റിവാറസ് തെക്കേ അമേരിക്കയിലെ ബ്രസീൽക്കാരനാണെന്ന് അവർ കരുതി. ഏറെക്കാലം ബ്രസീലിലും ലഗോണിലും ഫ്രാൻസിലും എല്ലാം അയാളുണ്ടായിരുന്നു. ലേ താവോൻ എന്ന പേര് വെച്ച് ഫ്രഞ്ച് പത്രങ്ങളിൽ രാഷ്ട്രീയ കുറിപ്പുകൾ എഴുതിയിരുന്നു. അർജന്റീനയിൽ റിപ്പബ്ലിക് സ്ഥാപിക്കാൻ സമരം ചെയ്തു. ഒളിവിലും തടവിലും ഏറെ നാൾ കഴിഞ്ഞു. പ്രശസ്തരായ പല സഖാക്കളുടെയും ഉറ്റ സുഹൃത്തായി. അങ്ങനെ കേട്ടറിഞ്ഞ നിരവധി കഥകൾ റിവാറസിൻ്റെ വീരചരിതം അവർ എല്ലാവരും പറഞ്ഞു. തങ്ങളുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ റിവാറസിനെ ഫ്ലോറൻസിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ മനസ്സിലാക്കുകയും അയാളെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയും ചെയ്തു. അങ്ങനെ റിവാറസ് ഫ്ലോറൻസിലെത്തി. പക്ഷെ ആർക്കും പണ്ടത്തെ ആർത്തറാണത് എന്ന് തിരിച്ചറിയാനേ പറ്റിയില്ല. അത്രയ്ക്കും മാറ്റങ്ങൾ വന്ന ഒരു മനുഷ്യനായിരുന്നു റിവാറസ്. അയാളുടെ ഇടത് കൈ പിരിഞ്ഞു പോയതുപോലെ കാണപ്പെട്ടു. നടക്കുമ്പോൾ നന്നായി മുടങ്ങുന്നുണ്ടായിരുന്നു. പുറത്ത് വെച്ച് കെട്ടിയ പോലെ കൂന്നുള്ള നടപ്പ്. ആ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനിടയിൽ പല സമയത്തായി തൻ്റെ അംഗവൈകല്യത്തിൻ്റെ കഥ റിവാറസ് പറഞ്ഞു കൊടുത്തു. എല്ലാം കെട്ടുകഥകളായിരുന്നു.
സുഹൃത്തുക്കളെല്ലാം അതിസാഹസിക കഥ പോലെ അതെല്ലാം കേട്ടിരുന്നു, വിശ്വസിച്ചു. പക്ഷേ അതൊന്നും സത്യമാണെന്ന് ഗമ മാത്രം വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഗമയോട് മാത്രം റിവാറസ് തൻ്റെ യഥാർത്ഥ കഥ പറഞ്ഞു. 13 വർഷങ്ങൾക്ക് മുൻപ് അർജന്റീനയിലെത്തി. പിന്നെ ചിലിയിലേക്ക് പോയി. മിക്കവാറും ദിവസങ്ങളിൽ പട്ടിണി കൊണ്ടലഞ്ഞു. പല ജോലിക്കും ശ്രമിച്ചു. ഒരു ചൂതാട്ട കേന്ദ്രത്തിൽ പരിചാരകനായി ജോലി ചെയ്തു. ആ പണി കിട്ടും മുൻപ് ഏറെ നാൾ മഞ്ഞപ്പിത്ത ബാധിതനായി കിടപ്പിലായിരുന്നു. ഒരു ദിവസം കള്ളു കുടിച്ച് തെമ്മാടിത്തം കാട്ടിയ ഒരു കപ്പൽ ജീവനക്കാരനെ അടിച്ചു പുറത്താക്കാൻ അവർ പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ റിവാറസിനെ പണിയിൽ നിന്നും പിരിച്ചുവിടുമെന്നായിരുന്നു ഭീഷണി. അവരുടെ ആജ്ഞ അനുസരിക്കാൻ പോയ റിവാറസിനെ ആ കപ്പൽ ജീവനക്കാരൻ ഇരുമ്പുപടി കൊണ്ട് തല്ലി ചതച്ചു. അയാളുടെ ബോധം പോയി. ചത്തില്ലെന്ന് കണ്ട് ആരോ അയാളെ എടുത്ത് ഡോക്ടറുടെ അടുത്തെത്തിച്ചു. ഏറെ നാൾ രോഗശയ്യയിൽ കിടന്നു. എണീറ്റപ്പോൾ അയാൾ മുടന്തിയാണ് നടന്നത്. കാലിനേറ്റ അടി അയാളുടെ കാൽഞരമ്പുകളെ തളർത്തിക്കളഞ്ഞിരുന്നു. ഇടതുകൈയാകട്ടെ ഒരു ഭാഗത്തേക്ക് പിരിഞ്ഞു പോയ പോലെ കാണപ്പെട്ടു. അയാൾ അവിടെ നിന്നും ഇക്വഡോറിലെത്തി. പന്നിത്തൊഴുത്ത് വൃത്തിയാക്കിയും തകരപ്പണിക്കാരനായും ഒക്കെ പണിയെടുത്തു. ഒരു നാൾ ഒരു സർക്കസ് കൂടാരത്തിന് മുൻപിൽ ബോധമറ്റ് കിടന്ന റിവാറസിനെ അവിടെയുള്ളവർ എടുത്തുകൊണ്ടുപോയി. അവരയാൾക്ക് ആഹാരം കൊടുത്തു, ഒപ്പം ജോലിയും കൊടുത്തു. 2 വർഷം ഒരു കോമാളിയായി അവിടെ ജോലി ചെയ്തു. കുട്ടികൾക്ക് നാരങ്ങാത്തൊലിയും വാഴയ്ക്കത്തൊണ്ടും എറിയാനും കാപ്പിരികൾ ചിരിപ്പിക്കാനും അയാളുടെ രൂപം അവർക്ക് ഏറെ പ്രയോജനപ്പെട്ടു. അവർ കൃത്രിമമായി ഒരു മുഴയും പുറത്ത് കെട്ടിവെച്ചു. അങ്ങനെ ഒരു വികൃത വേഷം കെട്ടി കോമാളിയായി 2 വർഷം റിവാറസ് നരകിച്ചു. രോഗം കാരണം കളിക്കാൻ കഴിയാഞ്ഞാൽ അവർ നിർബന്ധിച്ചും ശാസിച്ചും അവനെ കോമാളിയാക്കി പണിയെടുപ്പിക്കും. അങ്ങയുടെ ജീവിത ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ അത്രയും അങ്ങ് സഹിച്ചതെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് അങ്ങാണ് ഏറ്റവും ധീരനായ പുരുഷൻ എന്ന ഗമ്മയുടെ വാക്കുകൾ റിവാറസിന് പുത്തൻ ഉണർവേകി. സായുധ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയായിരുന്നു. എല്ലാവരും രംഗത്തിറങ്ങി. മുന്നിൽ നിന്ന് നയിച്ചത് റിവാറസാണ്. ബ്രസീഗില്ലയിൽ വെച്ച് യുദ്ധം തുടങ്ങി. വെടിവെപ്പ് തുടങ്ങിയപ്പോൾ ആകെ ബഹളമയമായി. കർദിനാൾ മോണ്ടിനെല്ലി ആ തിരക്കിനിടയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് റിവാറസ് തോക്ക് താഴ്ത്തി. ഈ സമയം മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും പട്ടാളക്കാർ റിവാറസിനെ വളഞ്ഞു. അയാൾ പിടിയിലായി. വളരെ ക്രൂരമായി തല്ലി ചതച്ചുകൊണ്ടാണ് അവർ ചങ്ങലക്കിയിട്ട് റിവാറസിനെ കൊണ്ടുപോയത്. റിവാറസിന് നന്നായി പരിക്കേറ്റു. എന്നിട്ടും അയാൾ തളർന്നില്ല. ഏറെ നാൾ ജയിലിൽ കിടന്നു. അസുഖം കാരണം ഡോക്ടർ ചികിത്സിക്കാൻ എത്തിയെങ്കിലും ഫലപ്രദമായില്ല. അവസാനം വിചാരണ നടന്നു. ഒരു കൂട്ടം പട്ടാളക്കാർക്ക് മേലുദ്യോഗസ്ഥൻ്റെ ആജ്ഞ ശിരസ വഹിക്കേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ അവർ വിപ്ലവകാരിയെ വെടിവെച്ചു. ആ ധീരനായ വിപ്ലവകാരി അവർക്ക് ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു. മാരകമായ വെടിയുണ്ട തൻ്റേതായിരിക്കരുത് എന്ന നിശ്ചയത്തോടെയാണ് ഓരോ ഭടനും വെടിവെക്കുന്നതെന്ന് തോന്നും കണ്ടാൽ. അവസാനം നിശ്ചയദാർഢ്യത്തോടെ വെടിവെക്കാൻ റിവാറസിന് തന്നെ അവരോട് പറയേണ്ടി വന്നു. ഇത്രയും ധീരനായ, ചങ്കുറപ്പുള്ള, ആത്മവിശ്വാസമുള്ള, സ്വയം സമർപ്പണം ചെയ്ത ഒരു വിപ്ലവകാരി വേറെയുണ്ടാവില്ല. റിവാറസിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരുന്നു. എല്ലാ വിപ്ലവകാരികളെയും എന്നും ത്രസിപ്പിക്കുന്ന ഈ നോവൽ റഷ്യൻ വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തി എന്ന് പറയാം. അധ്വാനിക്കുന്ന വർഗത്തെ എക്കാലത്തും അടിമകളാക്കി വെച്ച് പീഡിപ്പിക്കുന്ന പ്രഭുത്വം, ജന്മിത്വം, അധികാരി വർഗം അവ ഇല്ലാതായാലേ സമത്വം നേടൂ, ജനാധിപത്യം പുലരൂ എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ജീവൻ കൊടുത്തു പോരാടിയ നിരവധി വിപ്ലവകാരികൾക്ക് ആവേശം പകരാൻ റിവാറസിന്റെ ജീവിതത്തിന് കഴിഞ്ഞു. ഒരു പൊതു വെളിച്ചം തേടിയുള്ള പ്രയാണമായിരുന്നു റിവാറസിനെ മുന്നോട്ട് നയിച്ചത്. ഇറ്റലിക്കാരനായിരുന്നില്ല റിവാറസ്. ബ്രിട്ടീഷ് പൗരനായ അയാൾ ഇറ്റലിയെ ആസ്ട്രിയൻ പട്ടാളത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ഏറ്റെടുത്ത ദൗത്യം പിൽക്കാലത്ത് വിജയം കാണുക തന്നെ ചെയ്തു. പണമില്ലാത്തവൻ പിണമെന്നും പണത്തിന് മേലെ പരുന്തും പറക്കില്ലെന്നും കയ്യൂക്കുള്ളവൻ കാര്യക്കാരനുമെന്നും ഒക്കെയുള്ള പഴഞ്ചൊല്ലുകൾ അന്വർത്ഥമാണ്. പാവങ്ങൾ എന്നും പീഡിപ്പിക്കപ്പെടുന്നു. പല കാരണങ്ങൾ കൊണ്ടും അടിമകൾ എന്നും അടിമകളായി തന്നെ തുടരുന്നു. 1897 ഏതൽ ലിലിയെ മോഹിച്ച് ഗാഡ്ഫ്ലൈ എന്ന ഈ നോവൽ എഴുതിയത് 19-ാം നൂറ്റാണ്ടിൽ. എഴുതപ്പെട്ടിട്ട് 128 വർഷങ്ങൾക്ക് ഇപ്പുറവും ഇന്ത്യൻ സാഹചര്യത്തിൽ പോലും ഈ നോവൽ വളരെ പ്രസക്തിയുള്ളതാണെന്ന് പറയാതെ വയ്യ. ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന വാർത്തകൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. പണിയെടുത്ത് ജീവിക്കുന്ന പാവങ്ങൾ താഴോട്ട് പോവുകയും കുറച്ചുപേർ സമ്പത്ത് കുന്നുകൂട്ടുകയും ചെയ്യുന്ന വിരോധാഭാസം ചിന്തിക്കുന്ന മനുഷ്യരെ അസ്വസ്ഥമാക്കുന്നു. ഏതായാലും ഈ നോവൽ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കാൻ ശ്രമിക്കണം. വീണ്ടും മറ്റൊരു പുസ്തകവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ വിട.